എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ചൂടേറിയ ഒരു ചർച്ചയ്ക്കേ അല്ല ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. കെ രമ എന്ന മലബാറിന് പ്രത്യേകിച്ചും കേരള രാഷ്ട്രീയത്തിന് ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത ഒരു വനിതാ നേതാവിന് എന്താണ് പറയുന്നതെന്ന് കേൾക്കാനാണ് ഞാനും വന്നിരിക്കുന്നത്. അത് മാത്രമാണ് നമ്മൾ ചോദിക്കുന്നതും. ഞാൻ ആമുഖങ്ങൾക്ക് മുതിരുന്നില്ല, നേരത്തെ പറഞ്ഞ പോലെ വിശേഷണങ്ങൾക്ക് മുതിരുന്നില്ല. കാരണം എൻ്റെ ആദ്യത്തെ ചോദ്യം തന്നെ അതാണ്. കെ രമ എന്ന രാഷ്ട്രീയ നേതാവ് എങ്ങനെ വിശേഷിപ്പിക്കപ്പെടണം എന്നാണ് ആഗ്രഹിക്കുന്നത്? എല്ലാവർക്കും നമസ്കാരം. സത്യത്തിൽ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് വരുന്നതിന് മുന്നേ ഒരു ടെൻഷനോട് കൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്, എന്ത് പറയണം എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച്. ഷാനി ചോദിച്ച ചോദ്യം അങ്ങനെ പ്രത്യേകിച്ച് വിശേഷണങ്ങളൊന്നും പ്രത്യേകമായിട്ട് ആവശ്യമില്ല. ഞാനും ഒരു സാധാരണ ഒരു രാഷ്ട്രീയ പ്രവർത്തക, എല്ലാവരെയും പോലെ. പിന്നെ ചില അനീതികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു പ്രത്യേക ഘട്ടത്തിൽ, ഒരു പക്ഷേ ഒരു സ്ഥലത്തിൽ നിർത്തിയിടത്തുനിന്ന് പ്രത്യേക ഒരു സമയത്ത് അത് പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള ശ്രമം നടത്തി. ഇപ്പം അതിനു വേണ്ടി സംസാരിച്ചുകൊണ്ടിരുന്നു. അതിലപ്പുറത്തേക്ക് മറ്റൊരു വിശേഷണവും എല്ലാവരെയും പോലെ അതിലപ്പുറത്തെ പ്രത്യേകതകളൊന്നുമില്ല. പക്ഷേ വ്യക്തിപരമായി വിശേഷിപ്പിക്കപ്പെടുക എന്നതിനേക്കാൾ ഞാൻ ആ ചോദ്യത്തിൽ വിചാരിച്ചത്, നമ്മളെപ്പോഴും വനിതകളെ പ്രത്യേകിച്ച് നമ്മൾ പെട്ടെന്നൊരു ടാഗ് ലൈനിലാക്കും, ഒരു ചട്ടക്കൂട്, ഒരു നമുക്കിഷ്ടമുള്ളൊരു വിശേഷണം, നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന, കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിശേഷണം തലയിലേക്ക് പതിച്ചു കൊടുത്താൽ നിങ്ങൾ അതുമായി സഞ്ചരിച്ചോളൂ, ഈ വഴിക്ക് വരൂ, ഞങ്ങൾ ആഗ്രഹിക്കുന്ന വഴി കൂടെ വരൂ എന്നാണ്. അത് രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും മാധ്യമപ്രവർത്തകരാണെങ്കിലും, എനിക്ക് തോന്നുന്നു സമൂഹത്തിൽ ഇടപെടുന്ന ഏത് സ്ത്രീകളോടും സമൂഹത്തിൻ്റെ ആധിപത്യ സ്വഭാവത്തിലുള്ളൊരു വിശേഷണം ആദ്യം തരും. അതിനപ്പുറത്തേക്ക് നമ്മൾ ഏത് തരത്തിൽ പ്രവർത്തിക്കാനും ഇടപെടാനും നമ്മളെ തന്നെ തിരിച്ചറിയാനുമാണ് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് സമൂഹം മനസ്സിലാക്കേണ്ടത്? അതെ, അങ്ങനെ ഒരു പ്രത്യേക തലത്തിലല്ല അത്. നമ്മൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ടാവും, ചില ഉദ്ദേശങ്ങളുണ്ടാകാം. നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മളുടെ ഉള്ളിലൊരു ധാരണയുണ്ടാകും. അതിനനുസരിച്ച് തന്നെയാണ് നാം മുന്നോട്ട് പോകുന്നതും പ്രവർത്തിക്കുന്നതും നമ്മളെ ഓരോ കാര്യങ്ങളും. അത് ഒരു സമൂഹം ചിട്ടപ്പെടുത്തിയതിനനുസരിച്ചോ അല്ലെങ്കിൽ മറ്റൊരാൾ മാർഗനിർദ്ദേശം ചെയ്തതിനനുസരിച്ചോ ഒന്നും അല്ല എന്നുള്ളതാണ്. അങ്ങനെയല്ല ഞാൻ മുന്നോട്ട് പോയതൊരിക്കലും. ഞാനൊരു ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നു, ആ ഐഡിയോളജിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഐഡിയോളജിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേ ഇരുന്ന സമയത്താണ് ആ ഐഡിയോളജിയുമായി ഒത്തുപോകാൻ കഴിയാത്ത ഒരു സമയത്ത് അത് പുറത്തു വരികയും പിന്നീട് പ്രശ്നങ്ങളൊക്കെ പിന്നീട് ഉണ്ടാകുന്ന പോരാട്ടങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മളെന്താണോ ലക്ഷ്യം വെട്ട്, അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണോ പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്, അങ്ങനെ തീരുമാനിച്ച പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും അല്ലെങ്കിൽ അതിന് അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെതിരായിട്ടുള്ള വലിയ പോരാട്ടമാണിപ്പോൾ നടക്കുന്നത് എന്നതാണ്. നമുക്ക് എല്ലാവർക്കും ഇവിടെ പറയുവാനും എല്ലാവർക്കും സംസാരിക്കാനും വിയോജിക്കാനും യോജിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ടാവണം. പക്ഷേ വിയോജിപ്പ് പറയുമ്പോൾ ആ വിയോജിപ്പിനെ കൊന്നുകളയണം എന്ന് തീരുമാനിക്കുന്നതിനോട് ശക്തമായി എതിർത്തുകൊണ്ട് അതിനെതിരെ സംസാരിക്കുക എന്നുള്ളത് തന്നെ, അത് മറ്റൊരാൾ ചിട്ടപ്പെടുത്തിയതിനനുസരിച്ചിട്ടില്ല. നമുക്കറിയാം നമ്മുടെ ബോധ്യങ്ങളുണ്ട്, ചില ബോധ്യങ്ങൾ. ആ ബോധ്യങ്ങൾക്കനുസരിച്ച് ആ ശരികൾക്ക് വേണ്ടി, ചില അനീതികൾക്കെതിരെ, വിയോജിപ്പുകൾക്ക് വേണ്ടി ഒക്കെ സംസാരിച്ചു കൊണ്ടേയിരിക്കുക എന്ന്. അത് എല്ലാ തലങ്ങളിലും, അത് രാഷ്ട്രീയത്തിലും ഒരുപക്ഷെ അതിനുപരി സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ടും ഒക്കെയുള്ള ഒരു പോരാട്ടമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ നമ്മുടെ സെഷൻ്റെ പേര് ഒരു കനലിൻ്റെ കഥ എന്നാണ്. മനോരമ ബുക്സ് ഉടനെ തന്നെ കെ രമയുടെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നുണ്ട്, തീനാളത്തിൻ്റെ കഥ, അല്ലേ? ഈ വിശേഷിപ്പിക്കപ്പെടാൻ എളുപ്പമാണ്, തീനാളം, കനൽ, അതൊക്കെ കേൾക്കുമ്പോഴും സുഖമാണ്. പക്ഷേ ഒരു കനലായി ജീവിക്കാനും ഒരു തീനാളമായി ജീവിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണോ? അങ്ങനെ ചോദിച്ചാൽ അത് ഓരോരുത്തർക്കും ഓരോ രൂപത്തിലായിരിക്കും. എളുപ്പമല്ല ഒന്ന് പ്രത്യേകിച്ചും ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ, പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, നമ്മൾ ഉദ്ദേശിച്ചതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ അതിനെ എങ്ങനെ തരണം ചെയ്യണം, അതിലെങ്ങനെ അതുമായിട്ട് മുന്നോട്ട് പോകണം എന്നതൊക്കെ നമ്മുടെ ഉള്ളിൽ കിടന്നിങ്ങനെ പല ചോദ്യങ്ങളുണ്ടാകും. അപ്പോൾ എല്ലാ ഘട്ടങ്ങളിലും എളുപ്പമല്ല. ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപക്ഷെ അത് മറ്റുള്ളവരറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഫൈറ്റുകൾ നാം നടത്തുന്നുണ്ടാകും. പ്രത്യേകിച്ചും ചില തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക്
പ്രശ്നമാണ്, സംശയമാണ്. എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ഏത് തീരുമാനമാണ് ഞാൻ എടുക്കേണ്ടത്? ഏതാണ് ശരി, ഏതാണ് തെറ്റ്? അത് ഒരുപക്ഷെ ഒരു മറ്റുള്ളവരോട് ചോദിക്കാനും പോലും, അല്ലെങ്കിൽ എൻ്റെയൊക്കെ ഒരു ഒറ്റയ്ക്ക് എന്ന ഒരു സാഹചര്യത്തിൽ, ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അങ്ങനെ തീരുമാനമെടുക്കുമ്പോഴുള്ള ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ എന്നാലും അതിനെ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ്. അത് എല്ലാവർക്കുമുണ്ട്. അത് എൻ്റേത് മാത്രം ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ രംഗത്ത് ഇതുപോലെ ഫൈറ്റ് ചെയ്യുന്ന സ്ത്രീകളൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ്. അവരതിന് അത്തരത്തിൽ ഒരുപാട് കനലുകൾ കൂടെ, തീനാളത്തിൽ കൂടെ കടന്നുപോയ പല ജീവിത സാഹചര്യത്തിൽപ്പെട്ട ധാരാളം സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരൊക്കെ അനുഭവിക്കുന്നൊരു പ്രശ്നമാണ്. ഒരുപക്ഷെ ഞാനൊക്കെ ഒരുപക്ഷെ മീഡിയാസും അല്ലെങ്കിൽ ഇങ്ങനെ ഒക്കെ ആളുകളൊക്കെ എടുത്തത് കൊണ്ട് അറിഞ്ഞു എന്നതുകൊണ്ട് മാത്രമാണ് അത് ചർച്ച ചെയ്യപ്പെടുന്നത്. അങ്ങനെ ചർച്ച ചെയ്യപ്പെടാതെ പോകേണ്ട ആയിരക്കണക്കിന് നൂറുകണക്കിന് സ്ത്രീകളുണ്ട് എന്നതാണ്. അവരും ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. ഇപ്പോൾ ആശയക്കുഴപ്പങ്ങളുടെ കാര്യം പറഞ്ഞു. എപ്പോഴും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാം. കെ രമ 1.5 പതിറ്റാണ്ട് മുൻപുണ്ടായ ജീവിതത്തിലെ ഏറ്റവും തകർക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും വെല്ലുവിളിയുള്ളൊരു സംഭവത്തിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആളല്ല. വ്യക്തമായ രാഷ്ട്രീയ ബോധ്യമുള്ള ആളാണ്. നേരത്തെ മുതൽ ഏത് പ്രത്യയശാസ്ത്രം, ഏത് കാഴ്ചപ്പാട്, ഏത് വിശ്വാസം, രാഷ്ട്രീയത്തിലെ ഏത് വിശ്വാസം എന്ന കാര്യത്തിലൊക്കെ നല്ല വ്യക്തതയും കൃത്യതയുള്ള ഒരാളാണ്. അപ്പോൾ ഒരു തീരുമാനത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു സംഭവത്തിൻ്റെ പേരിൽ വിശ്വസിച്ചിരുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ മറുവശത്ത് വന്നിട്ടുണ്ടോ? അത് ആ ആശയക്കുഴപ്പം അഥവാ ഇപ്പോഴും തുടരുന്ന ആ ആശയക്കുഴപ്പം എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? അങ്ങനെ ഒരു ആശയക്കുഴപ്പത്തിൻ്റെ ഒരു വിഷയം അവിടെ ഉദിക്കുന്നില്ല. അങ്ങനെ ആശയക്കുഴപ്പം ഉണ്ടാകേണ്ട കാര്യവുമില്ല. വളരെ വ്യക്തമായ ബോധ്യത്തിൽ, കൃത്യമായ ആശയത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. നമ്മളെ വിശ്വസിച്ച് പ്രവർത്തിച്ചൊരു പ്രത്യയശാസ്ത്രം അതല്ല എന്ന് തിരിച്ചറിയുമ്പോൾ അതിനെതിരെ സംസാരിക്കുകയും പുറത്തു വന്ന് അത് കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുക. അതിലൊരു ആശയ വ്യക്തതയുടെ ഒരു സംശയത്തിൻ്റെയോ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. വളരെ കൃത്യമാണ് ബോധ്യങ്ങൾ. ആ കൃത്യമായ ബോധ്യത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ എനിക്കതിലെപ്പോഴും തോന്നാറുള്ളൊരു സംശയം, ഞാൻ രമേശിയുടെ ഏത് അഭിമുഖം കാണുമ്പോഴും അതിലൊക്കെ ഞാൻ ഇടതുപക്ഷമാണ് എന്നെപ്പോഴും എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഞാൻ ഇടതുപക്ഷമാണ്, ഇപ്പോഴും ഇടതുപക്ഷമാണെന്ന് പറയുന്നുണ്ട്. അപ്പുറത്തിരുന്നു കൊണ്ട്, അതായത് ഇടതുപക്ഷത്തിൻ്റെ എതിർപക്ഷം, അങ്ങനെ പറയാൻ പറ്റൂ, ഇടതുപക്ഷത്തിൻ്റെ എതിർപക്ഷം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പക്ഷത്തിരുന്നു കൊണ്ട് എങ്ങനെയാണ് ഇടതുപക്ഷമായി തുടരാനാവുക? അത് അങ്ങനെ എപ്പോഴും ഞാൻ ഇടതുപക്ഷമാണെന്ന് സ്വയം ഓർമ്മിപ്പിക്കുന്നതിലൊരു ഖേദമുണ്ടോ? അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്നൊരു വിഷമമുണ്ടോ? എന്താണ് ഇടതുപക്ഷം? ആരാണ് ഇടതുപക്ഷം? അതൊരു ചോദ്യമല്ലേ? എങ്ങനെയാണ് നിങ്ങൾ ഇടതുപക്ഷത്തെ വിവക്ഷിക്കുന്നത്? ഇടതുപക്ഷം എന്ന് പറയുന്നത് ഏതെങ്കിലും ആളുകൾക്ക് പാറ്റേണിറ്റി കൊടുത്ത ഒരു കാര്യമല്ല. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സാധാരണ മനുഷ്യൻ്റെ ജീവിക്കാൻ പ്രയാസമുള്ള ആളുകളുടെ ഒപ്പം നിൽക്കുക, അവരുടെ ജീവിത പ്രയാസങ്ങളോടൊപ്പം നിൽക്കുക, അവർക്ക് വേണ്ടി ശബ്ദിക്കുക. സാധാരണയിൽ സാധാരണക്കാരായ മനുഷ്യൻ്റെ ശബ്ദമാവാൻ കഴിയുന്നോ നിങ്ങൾ ഇടതുപക്ഷക്കാരാണ്. പിന്നെ ആരാണ് വലതുപക്ഷം? അതുതന്നെയാണ് എപ്പോഴും ഉള്ള ചിന്ത. അതുകൊണ്ട് തന്നെ അതിലും ഒരു പ്രശ്നങ്ങളില്ല. ഞാനത് ഇപ്പുറത്തെ ഇടതുപക്ഷമാണ് എന്ന് ഉറപ്പിച്ചു പറയേണ്ടി വരുന്നത്, മറുഭാഗത്ത് ചിലർ അതിൻ്റെ കുത്തകാവകാശം അവകാശപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഇടതുപക്ഷം, അല്ലെങ്കിൽ നിലവിൽ കാണുന്ന ഈ മുഖ്യധാര പക്ഷങ്ങൾ, ഇടതുപക്ഷങ്ങളുണ്ടല്ലോ നമ്മളൊക്കെ, ആ മുഖ്യധാര ഇടതുപക്ഷം എന്ന് ഒരു CPM ആളുകളാണെങ്കിൽ ഞങ്ങളാണ് ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ ആ മേലങ്കി അണിയുമ്പോൾ നിങ്ങൾ ആ മേലങ്കി അണിയേണ്ടതില്ല. നിങ്ങൾ മാത്രമല്ല ഇടതുപക്ഷം. ഈ CPM ആയാലേ ഇടതുപക്ഷമാവൂ എന്നൊരു ധാരണയുണ്ട്. അതല്ല എന്നുള്ളത് കൊണ്ടാണ് ആ സംശയങ്ങൾ, ആ ചോദ്യങ്ങൾ വരുമ്പോൾ വളരെ കൃത്യമായിട്ട് അത് പറയുന്നു. ഇപ്പോൾ നിൽക്കുന്ന പക്ഷം ഏതാണ്? ഇടതാണോ? ഒപ്പം നിൽക്കുന്ന പക്ഷം ഏതാണ്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സാധാരണയിൽ സാധാരണ മനുഷ്യരുടെ ശബ്ദമാവാൻ കഴിയുക, അവരുടെ പ്രയാസങ്ങളോടൊപ്പം നിൽക്കുക, ദുരിതമനുഭവിക്കുന്നവരോടൊപ്പം നിൽക്കുക, ആ ഒപ്പം നിൽക്കുന്ന അത് തന്നെയാണ് ഇടതുപക്ഷം. അതിനൊപ്പം തന്നെയാണ്, അതിലൊന്നും ഒരു സംശയവുമില്ല. നമുക്കറിയാവുന്ന ഇടതുപക്ഷം എപ്പോഴും സ്ത്രീപക്ഷമാവണം അല്ലേ? അതിൽ സംശയമില്ല, അതിലൊരു ന്യായീകരണം ഉണ്ടാവാൻ പോലും പാടില്ല. സ്ത്രീപക്ഷമായിരിക്കേണ്ടതാണ്. കേരളത്തിൽ ഇപ്പോഴുള്ള കെ രമ മുൻപ് വിശ്വസിച്ച പക്ഷമാണെങ്കിലും ഇപ്പോൾ നിൽക്കുന്ന പക്ഷമാണെങ്കിലും സ്ത്രീപക്ഷമാണോ? സ്ത്രീപക്ഷമാണ് എന്ന് പൂർണ്ണമായിട്ട് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. സ്ത്രീപക്ഷത്ത് നിൽക്കേണ്ട ഒരു സംഘടന എടുക്കേണ്ട സ്ത്രീപക്ഷ നിലപാടുകൾ ഒരു കാരണവശാലും ഇപ്പം എടുത്തു വരുന്നില്ല എന്നുള്ളത് ഓരോ ഉദാഹരണങ്ങൾ സഹിതം നമുക്ക് വ്യക്തമായി ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും.
പിന്നെ അവരെങ്ങനെയാണ് സ്ത്രീപക്ഷത്ത് നിൽക്കുക എന്നുള്ള ചോദ്യം തന്നെയാണ്. ഏറ്റവും അവസാനം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്തും ഞാൻ കഴിഞ്ഞ നിയമസഭയിൽ ആ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി ചോദിച്ചു, പ്രമേയം കൊണ്ടുവന്നു. പക്ഷേ ഒരു സ്ത്രീപക്ഷ ഇടതുപക്ഷമാണെങ്കിൽ, സ്ത്രീപക്ഷമാണ് മുൻതൂക്കം നൽകുന്നെങ്കിൽ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്ത ഒരു നിയമസഭ, അന്ന് ഈ സഭയുടെ പ്രത്യേകത പ്രതിപക്ഷം കൊണ്ടുവരുന്ന എല്ലാ അടിയന്തര പ്രമേയങ്ങളും ചർച്ച ചെയ്യുന്നു. ഒരേ ഒരു അടിയന്തര പ്രമേയം മാത്രമേ അവതരണാനുമതി പോലും നിഷേധിച്ചിട്ടുള്ളൂ. അത് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട. എന്തുകൊണ്ടതുണ്ടായി? അവിടെ ചർച്ച ചെയ്യണ്ടേ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഈ ഒരു തൊഴിലിടത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് അവിടെ ചർച്ച ചെയ്യുന്നതിന് എന്തിനായിരുന്നു ഭയം, എന്തിനായിരുന്നു മടി? അപ്പോൾ നിങ്ങളുടെ സ്ത്രീപക്ഷം കപടമാണ്. നിങ്ങൾ അധികാരം നിലനിർത്താൻ, വോട്ട് കിട്ടാൻ, അത്തരത്തിലുള്ള ചില സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്, ആ സമയത്താണ് നിങ്ങൾ ഇത്തരം പക്ഷങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരികയാണ്. ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ. നമ്മുടെ വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടി മരിച്ച സമയത്ത്, വാളയാറിലെ കുഞ്ഞുങ്ങളുടെ അമ്മ നിൽക്കുന്ന സമയത്ത്, ഈ സമയത്തുകളിലൊക്കെ ഇവരാരുടെ കൂടെയാണ്? സ്ത്രീപക്ഷമാണെങ്കിൽ അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കണം. ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കണം. അത് സാധിക്കാത്തിടത്തോളം നിങ്ങൾ സ്ത്രീപക്ഷമല്ല എന്ന് ഉറപ്പിച്ച് പറയേണ്ടി വരികയാണ്. ഇവർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കൂട്ടരെ പറ്റി മാത്രമാണോ? കൂടെ നിൽക്കുന്നവർ സ്ത്രീപക്ഷമാണോ? അല്ല, ഞാൻ മുഖ്യധാര ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. അതിൽ വിശേഷിച്ചും CP എന്ന ഇത് എന്നെ കൂടെ നിൽക്കുന്നവർ എന്ന് ഷാനി ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞങ്ങളിപ്പോൾ കൂടെ നിൽക്കുന്നത് മറ്റാരുടെയും കൂടെയൊന്നുമല്ല. ഞങ്ങൾ RMB എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അതിൻ്റെ പ്രത്യയശാസ്ത്രവുമായി അതിൻ്റെ തനതായ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അത് മറ്റൊരാളുടെ കൂടെ ചേർന്നുകൊണ്ടല്ല പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ ഇലക്ഷനാണ് ഷാനി ഉദ്ദേശിക്കുന്നതെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും ഒരുപക്ഷെ ഞാൻ ഇന്ന് MLA ആയി നിൽക്കുന്നതും അവിടുത്തെ ഈ ഒരു ഇപ്പോൾ നിങ്ങൾ വിശേഷിപ്പിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ വലതുപക്ഷം എന്ന് വിശേഷിപ്പിക്കുന്ന, ഞാൻ അങ്ങനെ എപ്പോഴും പറയുന്നില്ല കേട്ടോ, അവരാണ് വലതുപക്ഷമാണെന്നും മറ്റേത് ഇടതുപക്ഷമാണെന്നും എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായവുമില്ല. അത് അടിവരയിട്ടുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. പക്ഷേ അവരോടൊപ്പം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്, അവരോടൊപ്പം നിന്ന് ഇലക്ഷനിൽ മത്സരിച്ചതുകൊണ്ടാണ് അങ്ങനെ നിങ്ങളിപ്പം നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു രാഷ്ട്രീയ സാഹചര്യമായിരുന്നു. അങ്ങനെ നിന്ന് വോട്ട് വാങ്ങി എന്നുള്ളത് കൊണ്ട് ആ പക്ഷത്തിനോടൊപ്പം ചേർന്ന് എന്നതോ അല്ലെങ്കിൽ UDFൻ്റെ ഭാഗമായി എന്നോ വിശേഷിപ്പിക്കേണ്ടതില്ല. ഞങ്ങൾ UDFൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടേ ഇല്ല, അങ്ങനെ മാറാനും ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളിപ്പോഴും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയവുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ സൂക്ഷിച്ചാണ് ഒപ്പം നിൽക്കുന്നവർ എന്ന ഓക്കെ, അതുകൊണ്ടാണ് ഒപ്പം നിൽക്കുന്ന പക്ഷം സ്ത്രീപക്ഷമാണോ എന്ന് ചോദിച്ചത്. ശരി, ആ ചോദ്യത്തിനെ ഞാൻ ഒന്നുകൂടി പരിഷ്കരിക്കട്ടെ. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ എവിടെയെങ്കിലും ഒരു സ്ത്രീപക്ഷം ഉണ്ടോ? എവിടെയുമില്ല. നിങ്ങൾ ചോദിച്ച സത്യത്തിൽ ആ പക്ഷവും ഞാൻ നിൽക്കുന്ന, അല്ലെങ്കിൽ ഞാനിപ്പം പ്രതിപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അവരും പൂർണ്ണമായി സ്ത്രീപക്ഷത്താണ് എന്ന ഒരു അവകാശവും എനിക്കില്ല. ഞാനങ്ങനെ പറയാനേ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഈ വിഷയം, ഞാൻ നേരത്തെ പറഞ്ഞ ആ പർട്ടിക്കുലർ വിഷയം അത് സഭയിൽ കൊണ്ടുവന്ന സമയത്തും ഞാൻ വലിയ തോതിൽ പ്രശ്നമുണ്ടാക്കിയതാണ്. അവിടെ നിങ്ങളും ഇതേ രാഷ്ട്രീയ നിലപാട് പിന്തുടരുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ ശക്തമായി എതിർക്കാൻ നിങ്ങൾ മുന്നോട്ട് വന്നില്ല എന്ന എൻ്റെ വിയോജിപ്പ് അതിശക്തമായി അവിടെ ഉന്നയിച്ച ഒരാളാണ്. ആ പക്ഷവും അതിനൊപ്പം നിൽക്കുന്നു എന്ന് ഞാൻ വിശേഷിക്കുന്നില്ല പൂർണ്ണമായിട്ടും. ഏത് രംഗത്തായാലും സ്ത്രീകൾ അനുഭവിക്കുന്ന ധാരാളം പ്രശ്നങ്ങൾ, സ്ത്രീ വിവേചനങ്ങൾ, സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയാത്ത പ്രശ്നങ്ങൾ, അതൊക്കെ സമൂഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിൽക്കുന്നത് പോലെ രാഷ്ട്രീയത്തിലും നിൽക്കുന്നുണ്ട്. അത് ഇന്ന പക്ഷമൊന്നൊന്നൊരു വ്യത്യാസം ഞാൻ കാണുന്നില്ല, രണ്ട് പക്ഷത്തും അതുണ്ട്. അപ്പോൾ കുറച്ചുകൂടി അതിന് മാറ്റം വരേണ്ടത്, അതിനെതിരെ സംസാരിക്കേണ്ടത് തീർച്ചയായിട്ടും രാഷ്ട്രീയ രംഗത്തുള്ള ആളുകളാണ്, രാഷ്ട്രീയക്കാരാണ്. അത് മുൻപേ നടക്കേണ്ടവർ അവരാണ്, മാതൃകയായി കാണിച്ചു കൊടുക്കേണ്ടവരവരാണ്. ഞങ്ങളുടെ കാഴ്ചപ്പാട് അതല്ല എന്നും ഞങ്ങൾ ഇത്തരത്തിൽ ഇതിനെതിരെയൊക്കെ സ്ത്രീകളുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കുകയും അവരെ മുന്നിൽ നിർത്തി ഒപ്പത്തിനൊപ്പം നിർത്തിപ്പോകുന്നത് ഞങ്ങൾ മുൻപന്തിയിലാണ് എന്ന് കാണിക്കേണ്ടവരും രാഷ്ട്രീയക്കാർ തന്നെയാണ്. രാഷ്ട്രീയക്കാരാണ് ഇതിനൊക്കെ
മുന്നിൽ നിന്ന് എങ്കിലേ സമൂഹം അത് മാതൃകയാകൂ. അത് ഏത് പക്ഷമായാലും ചെയ്യേണ്ടത് എന്ന അഭിപ്രായം തന്നെ. അപ്പോൾ നമുക്ക് ചർച്ചയിൽ ഇപ്പം തന്നെ സമ്മതിക്കേണ്ടി വരുന്ന ഒരു കാര്യം, കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഒരു സ്ത്രീപക്ഷം ഇല്ല എന്നാണ്. അതിൽ ഏറ്റവും ശക്തമായ ശബ്ദം ആയി നിൽക്കുന്ന കെ രമ തന്നെ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ഒരു സംശയം, പക്ഷേ സ്ത്രീകളെ ഇരയാക്കാൻ ഒരു മടിയുമില്ല ഈ രാഷ്ട്രീയത്തിന്. നമ്മൾ സ്ത്രീപക്ഷത്തിനൊപ്പം നിൽക്കാൻ പറ്റില്ല, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കില്ല, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പ്രധാന മനുഷ്യപക്ഷമല്ല, അതാണല്ലോ അതിനകത്ത് സ്ത്രീകൾക്ക് മാത്രമായൊരു പക്ഷമില്ല, മനുഷ്യപക്ഷമാണ്. അപ്പോൾ ആ മനുഷ്യപക്ഷം ആവാൻ സൗകര്യമില്ല എന്ന് രാഷ്ട്രീയക്കാർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും. ഈ ഇരകളാക്കാൻ ഒബ്ജക്റ്റിഫൈ ചെയ്യാൻ ഒരു മടിയില്ല. അത് ശ്രീമതി കെ രമ പലതവണ നേരിട്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വേളകളിൽ അധിക്ഷേപം, സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള ഏറ്റവും ക്രൂരമായ ആക്രമണങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. വടകര തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണെങ്കിൽ എതിർ സ്ഥാനാർത്ഥി കെ ശൈലജയ്ക്കും അത് നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ പക്ഷം നോക്കിയാണോ രാഷ്ട്രീയത്തിലെ സ്ത്രീകൾ പോലും അക്കാര്യത്തിൽ നിലപാടെടുക്കുന്നത്? നിങ്ങളും ചെയ്തിട്ടില്ലേ എന്ന് നമ്മൾ തിരിച്ചൊരു സ്ത്രീയോട് ചോദിക്കുന്നുണ്ടോ? അതാണ് എൻ്റെ സംശയം. നിങ്ങളും അങ്ങനെ ചെയ്തിട്ടില്ലേ, അന്ന് നിങ്ങൾ മിണ്ടാതിരുന്നിട്ടില്ലേ എന്ന് നമ്മൾ തന്നെ സ്ത്രീകളോട് ചോദിക്കുന്നുണ്ടോ? ചോദിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനൊക്കെ അതിനകത്ത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വ്യത്യസ്തമായ നിലപാടെടുത്തത്. അത് ശൈല ടീച്ചറുടെ കാര്യത്തിലായാലും അങ്ങനെ ചെയ്തപ്പോൾ പാടില്ല എന്ന് പറയാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ടീച്ചർക്കൊപ്പമാണ് എന്ന് പറയുന്നതിന് ഒരു മടിയുണ്ടായില്ല. പരസ്യമായി പത്രസമ്മേളനം വിളിച്ച് അത് പറഞ്ഞ ആളാണ് ഞാൻ. അതുകൊണ്ട് അതിനൊരു മടിയുമുണ്ട് എന്ന് ഞാൻ വരികിൽ അങ്ങനെ മടി കൂടാതെ പറയണം. ഞാനത് ഇടതുപക്ഷത്തിൻ്റെ പല നേതാക്കന്മാരോടും പലപ്പോഴും ചോദിക്കുന്നതാണ്. ഈവൻ ഈ ടീച്ചർ ഉൾപ്പെടെയുള്ള ആളുകളുടെ, ശൈല ടീച്ചറോടൊക്കെ സംസാരിച്ച, നിങ്ങൾ എന്തുകൊണ്ട് പാർട്ടിയകത്ത് പറയുന്നതും പ്രത്യക്ഷമായിട്ട് അത് ശരിയല്ല എന്ന് പറയാൻ സാധിക്കാത്തത് എന്താണ് എന്നത്. ഇപ്പം വിജയരാഘവൻ നേരത്തെ CPM-ലായിരുന്ന ആൾ രമ്യ ഹരിദാസിനെ പറ്റി സംസാരിച്ച സമയത്ത് എതിർത്ത് പുറത്ത് വന്നത് ശരിയായില്ല, അത് പാടില്ല എന്ന് പറയാൻ ഒരു ധൈര്യം കാണിക്കുന്നില്ല എന്നുള്ളത്. അത് മറുഭാഗത്തായാലും എനിക്ക് തോന്നുന്നു മറുഭാഗത്ത് കുറച്ചുകൂടി സ്ത്രീകൾ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ CPM എന്ന സംഘടനയ്ക്കകത്താണ് കുറച്ചുകൂടി അങ്ങനെ ഒരു പാർട്ടിക്കകത്താണ് എല്ലാ സംഗതികളും പറയുക, പാർട്ടിക്ക് പുറത്ത് പറയാൻ പാടില്ല എന്നുള്ളത് സംഘടനാ രീതി അതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തുറന്നു പറച്ചിൽ ആ പാർട്ടിക്കകത്ത് നടക്കുന്നില്ല എന്നുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരണം എന്നതാണ്. അപ്പം ഞാൻ പലപ്പോഴും ചോദിക്കുന്നത്, നിങ്ങൾ പാർട്ടി അടിമകളായിട്ട് മാറുന്നുണ്ടോ എന്നുള്ളത്. അങ്ങനെ മാറാതിരിക്കണം. ഞാൻ ഇതിപ്പോൾ എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ മറിച്ചാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഞാനതിനെ ഫൈറ്റ് ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ ഞങ്ങളുടെ ഒരു നേതാവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മോശം പരാമർശം വന്നപ്പോൾ തെറ്റായിരുന്നു, അത് തിരുത്തണം എന്ന് പറയാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അതിനെ പാർട്ടി കമ്മിറ്റി വിളിച്ച് ചർച്ച ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടില്ല, രണ്ടാമതൊന്നും ആലോചിച്ചിട്ടില്ല. അപ്പോൾ ഏത് സ്ഥലത്തും അനീതി ഉണ്ടാകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ എല്ലാ വിഭാഗം, അത് ഏത് പക്ഷത്തിരിക്കുന്ന സ്ത്രീകൾ മൊത്തം വരണം. സ്ത്രീകൾ ആ ഒരു ചങ്കൂറ്റം കാണിച്ചാൽ, തൻ്റെ ഇടം കാണിച്ചാൽ ഒരു പരിധിവരെ കുറച്ചൊക്കെ ഭയമുണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അത് പ്രത്യേകിച്ചും പറയേണ്ടത് CPM-ലെ സ്ത്രീകളോടാണ്, CPI-ലെ സ്ത്രീകളോടാണ്. സ്ത്രീകളുടെ ബാധ്യതയാക്കുന്നത് തന്നെ ശരിയാണോ എന്നൊരു ചോദ്യം എനിക്കുണ്ട്. എന്ന് വെച്ചാൽ സമൂഹത്തിൽ ഒരു ഉത്തരം മുട്ടുന്നു, ഒരു ആയുധത്തിൻ്റെ കുറവ് വരുന്നു, ഉടനെ സ്ത്രീകളെ ചീത്ത പറയുന്നു, മറുപക്ഷത്തുള്ള സ്ത്രീകൾ അത് പ്രതിരോധിക്കട്ടെ, സ്ത്രീകൾ തമ്മിലുള്ളൊരു പ്രശ്നമാണ് ഇത് എന്ന് വരുത്തി തീർക്കുന്നതിന് നമ്മൾ കൂട്ടു നിൽക്കേണ്ടതുണ്ടോ? അപ്പുറത്തെ സ്ത്രീകളെ ചൂണ്ടി നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ നമ്മളും അത് സ്ത്രീകളുടെ ബാധ്യതയല്ലേ ആക്കുന്നത്? അല്ല, അങ്ങനെയല്ല. സ്ത്രീകൾ അങ്ങനെ വിഷയം വരുമ്പോൾ അവരാദ്യം പുരുഷന്മാരെടുത്താലും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അവരൊരു പക്ഷേ ഏത് ഭാഗത്തുള്ള ഈ സ്ത്രീക്കെതിരെ ഒരു ആരോപണം വന്നാൽ, ഇപ്പം ഒരുപാട് മാറ്റമുണ്ട്, പൊതുവേ അത് കേട്ട് ആസ്വദിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട് പല സമയങ്ങളിലും. ഇപ്പം ഞങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമുക്കെതിരെ വരുന്ന ആളുകളെ പെട്ടെന്ന് വന്ന് പ്രതിരോധിക്കാൻ ആരും ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ പൊതുവേ വരാത്തിടത്ത് അവിടെ പ്രതിരോധമുയർത്താൻ കുറച്ചുകൂടി എളുപ്പം സ്ത്രീകൾക്ക് സാധിക്കുമെന്നല്ല. അല്ലാതെ സ്ത്രീകളുടെ മാത്രം ബാധ്യതയല്ല, അതിലൊരു സംശയമില്ല. അത് സമൂഹത്തിൻ്റെ ബാധ്യതയാണ്. സമൂഹം എന്ന് പറയുന്ന പുരുഷനും സ്ത്രീയും അടങ്ങുന്ന ആളുകളുടെ ബാധ്യത തന്നെയാണ്. പക്ഷേ എവിടെ വന്നാലും ആ അനീതിയെ ചോദ്യം ചെയ്യാൻ അത് ഇത് മാത്രം ആവണമെന്നില്ല. അത് ഒരു അനീതി വരുമ്പോൾ അതിനെ ചെറുക്കാനും കൂടി അവർ കഴിയണം എന്നതുകൂടിയാണ് ഉദ്ദേശിച്ചത്. ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ ചോദിച്ചിരുന്നല്ലോ, ഈ എന്താണ് ഒരു വിശേഷണം, അത് അങ്ങനെ ആഗ്രഹിച്ചത് പലപ്പോഴും വളരെ പൊളിറ്റിക്കലി പവർഫുള്ളായ പൊസിഷനിലിരിക്കുന്ന സ്ത്രീകൾ പോലും പുരുഷൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, പുരുഷന് വിളിക്കാൻ ഇഷ്ടമുള്ള ചില പേരുകളിൽ അങ്ങ് കുളിര് കോരുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. പെങ്ങളൂട്ടി,
ഞാനങ്ങനെ അല്ല, എന്നെ ആരും പെങ്ങളെന്ന് വിളിക്കേണ്ട, എന്നെ മോളെന്ന് വിളിക്കേണ്ട, എനിക്ക് സ്വന്തമായൊരു ഐഡൻറ്റിറ്റി ഉണ്ട് എന്ന് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് പറയാൻ പറ്റേണ്ടതല്ലേ എന്നൊരു ചോദ്യം. മറുപക്ഷത്താണെങ്കിലോ അഹങ്കാരി, ധിക്കാരി, തൻ്റേടി, ധാർഷ്ട്യം, അങ്ങനെ ഓരോ ആളുകൾക്കും സ്ത്രീകൾക്ക് മാത്രമായി ചില ടാഗ് ലൈനുകൾ ഇവിടെ ഉണ്ട്. ആ ടാഗ് ലൈനുകൾ നമ്മൾ തന്നെ സമ്മതിച്ചു കൊടുക്കാൻ പാടുണ്ടോ? അതൊരു ശരിയായ രീതിയാണോ? അല്ല, അത്തരം ടാഗ് ലൈനുകളൊക്കെ പൊട്ടിച്ചെറിയേണ്ട സമയം കഴിഞ്ഞുന്നേ. എന്തിനാണ് അങ്ങനെ ചില വിശേഷണത്തിൽ നമ്മൾ പോകേണ്ട ആവശ്യം? അതൊക്കെ നമ്മൾക്ക് സ്വയം മനസ്സിലാക്കി തിരുത്തി പോകാൻ. എന്തിനാണ് നമുക്കൊരു പെങ്ങളുട്ടി എന്ന് പറയുന്ന ഒരു പരിരക്ഷയുടെ ആവശ്യമുണ്ടോ? അതിൻ്റെ ഒരു ആവശ്യവുമില്ല. നമുക്കല്ലാതെ സംസാരിക്കാൻ, ഇടപെടാൻ, കാര്യങ്ങൾ മായി മുന്നോട്ട് പോകാൻ ഒക്കെ കപ്പാസിറ്റി ഉള്ളവരാണ് നമ്മൾ. പിന്നെ എന്തിനാണ് മറ്റൊരു പരിലാളന, മറ്റൊരു ഇതിൽ പോകേണ്ട? അങ്ങനെയൊന്നും പോകുന്ന ഒരാളെ ഞാൻ അങ്ങനെയൊന്നും പോയിട്ടുമില്ല, അങ്ങനെ പോകാൻ താല്പര്യവുമില്ല. എനിക്ക് തോന്നുന്നു ഇന്നത്തെ നമ്മളെ പുതിയ ന്യൂജൻ എന്നൊക്കെ പറയുന്ന പുതിയ തലമുറയിലെ പെൺകുട്ടികളൊന്നും അങ്ങനെയൊന്നും അല്ല. അവരൊക്കെ വളരെ ബോൾഡായി ഇത്തരം സംഗതികൾക്ക് എതിർക്കാനും സ്വയം പറയാനും ഒക്കെ കരുത്തും തൻ്റെ ഇടവുമുള്ള പെൺകുട്ടികളൊക്കെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അത്തരം അതൊക്കെ പൊട്ടിച്ചെറിയാനും അതിനെ പോടാന്ന് പറയാനും കഴിയുന്ന, അല്ലെങ്കിൽ പൊടി എന്ന് പറയാനും കഴിയുന്ന ഒരു ഇതിലേക്ക് തന്നെ വരണം. അത് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു ആവശ്യവും സ്ത്രീക്ക് ഇല്ല. ഓക്കെ, അവസാനമായി നിങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾക്കും കെ രമയോട് സംസാരിക്കാനുള്ള അവസരമുണ്ട്. വരുന്നതിന് മുമ്പ് ഒറ്റ കാര്യം കൂടി. ഇപ്പോഴും കേരളത്തിലെ രാഷ്ട്രീയത്തിലെ സ്ത്രീകൾ, രാഷ്ട്രീയത്തിലെ പ്രധാന നേതൃസ്ഥാനം വഹിക്കുന്ന സ്ത്രീകളാണെങ്കിൽ എത്ര പേർ കുറവാണ് എന്ന് നമുക്കറിയാം. നിയമസഭയിലടക്കം പ്രാതിനിധ്യം ഉണ്ടെങ്കിലും അതെത്ര കുറവാണെന്നറിയാം. മാത്രമല്ല, ഇത് സ്ത്രീപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ച് മാത്രമുള്ളൊരു ചോദ്യമല്ല. പക്ഷേ പുരുഷൻ്റെ അപ്രൂവൽ അത് പ്രധാനമാണോ? അത് നമ്മളിപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏത് കാര്യത്തിലാണെങ്കിലും, സ്ത്രീകൾ രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിലും ഏത് തലത്തിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും പുരുഷനും കൂടി സമ്മതമാകുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ, ചിന്തകൾ, വെല്ലുവിളികൾ അതിനുള്ളിൽ ഒതുങ്ങി നിൽക്കാൻ കെ രമ എപ്പോഴെങ്കിലും സമ്മർദ്ദത്തിലായിട്ടുണ്ടോ? അല്ല, അതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും പുരുഷൻ്റെ ഇതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും പുരുഷൻ്റെ താല്പര്യത്തിനനുസരിച്ചാണ് പൂർണ്ണമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതൊരിക്കലും സ്ത്രീയുടെ താല്പര്യത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ പോകാൻ ഞാനൊന്നും ഒരിക്കലും അങ്ങനെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എനിക്കൊന്ന് എന്നെപ്പോലെയല്ല എല്ലാ സ്ത്രീകളും എന്ന് എനിക്കൊന്ന്, ഞാൻ കുറച്ചുകൂടി വ്യത്യസ്തമായൊരു സാഹചര്യം, മറ്റൊരു സാഹചര്യത്തിൽ കൂടി വന്ന ഒരാൾ എന്ന നിലയ്ക്ക് അത്തരം ചില കെട്ടുപാടുകളോ ചുറ്റുപാടുകളോ അനുഭവിച്ചു പോവേണ്ടി വന്നിട്ടില്ല. പക്ഷേ അങ്ങനെ പോകുന്നത് നമുക്കിപ്പോൾ കാണാനും സാധിക്കുന്നുണ്ട് എന്നുള്ളത്. സ്ത്രീകൾ അങ്ങനെ പുരുഷൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അത് നോക്കി മാത്രം അല്ല എന്നുള്ളതാണ്. പൊതുവേ രാഷ്ട്രീയത്തിലാണ് നമ്മളത് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ പുരുഷൻ അത് വിട്ടുകൊടുക്കാൻ ഒരിക്കലും തയ്യാറല്ല എന്നുള്ളതും കൂടി. നമ്മളിപ്പോൾ സംവരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സംവരണം ബില്ല് പാസ്സാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാകുന്നത്, ഏറ്റവും കൂടുതൽ ചങ്കിടിപ്പുണ്ടായത് പുരുഷന്മാർക്കാരാണെന്നൊക്കെ. കാരണം വെച്ചാൽ അധികാരം വിട്ടൊഴിയാൻ താല്പര്യമില്ലാത്ത അതുകൊണ്ട് തന്നെ അങ്ങനെ പോകുമ്പോഴുള്ള പ്രയാസങ്ങൾ അവർ നേരിടുകയാണ്, അവരത് അഭിമുഖീകരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ അതിനകത്തുണ്ട് എന്നതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ചോദിക്കാം, മൈക്ക് അവിടെ ഉണ്ടാകും. കെ രമയോട് നിങ്ങൾക്ക് സംസാരിക്കാൻ ആഗ്രഹമുള്ള ഏത് കാര്യവും ചോദിക്കാം. പ്രേക്ഷകർക്ക് ഇനി ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഉണ്ടാകാം. രമ മാഡത്തോടാണ്. ഈ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ സ്ത്രീപക്ഷ സമീപനമുള്ളവർ വളരെ കുറവാണെന്ന് പറഞ്ഞു. പിന്നെ എന്തിനാണ് മാഡം ഇത്രയും വിട്ടുവീഴ്ചകൾ ചെയ്ത് ഈ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായത്? പിന്നെ ഷാനി മാഡം പറഞ്ഞു പെങ്ങളൂട്ടി എന്നുള്ള പ്രയോഗത്തെക്കുറിച്ച്. ഒരു ഇടതുപക്ഷ കവിയായിട്ട് അറിയപ്പെടുന്ന ONV പോലും മാരനെയല്ല മണാളനെയല്ല നിനക്ക് വേണ്ടത് മാനം കാക്കുന്ന ഒരു ആങ്ങളെയാണെന്ന് എഴുതി വെച്ചു. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് എത്രമാത്രം ഇന്നും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളൊരു ചിന്തയല്ലേ അവിടെ വരുന്നത്? എന്തുകൊണ്ട് സമൂഹം ഇന്നും അങ്ങനെ കാണുന്നു? പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് എന്ത് വന്നു എന്ന് ചോദിച്ചാൽ, പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ വന്ന് ഞാൻ യാദൃശ്ചികമായിട്ട് വന്നതാണ്. എൻ്റെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ പാർലമെൻ്ററി രാഷ്ട്രീയത്തിലെ വരണമെന്ന് ഉദ്ദേശിച്ച ഒരാളെ അല്ല ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നത്. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള ഒരു തോന്നലുണ്ട്. നമുക്ക് പല കാര്യങ്ങളും പറയാൻ ഒരു സ്പേസ് കിട്ടുകയാണ്. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ പലതിനെക്കുറിച്ചും പറയാനുള്ളൊരു സ്പേസ് കൂടിയാണ്. അവിടേക്ക് വരണം ആളുകൾ എന്നാണ് ഞാൻ പറയുന്നത്. സ്ത്രീകൾ പ്രത്യേകിച്ചും കൂടുതലായി പാർലമെൻറ്റ് രംഗത്തേക്ക് വന്ന് ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും കൊണ്ടുവരികയും ചെയ്യുമെങ്കിലേ മാറ്റം, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അത് വരണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. വ്യക്തിപരമായിട്ടല്ല, സ്ത്രീകൾ വരണം എന്നാഗ്രഹിക്കുന്നു. ഇനി ആരെങ്കിലും
സംസാരിക്കാൻ ഉണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഹലോ, ഞാൻ ഈ അവസാനം ഷാനി സഹാവ് കെ രമയോട് ചോദിച്ച ചോദ്യം പുരുഷാധിപത്യത്തിൻ്റെ ഒരു ചോദ്യമാണ്. ആ ഒരു ശ്വാസം മുട്ടൽ അനുഭവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ല, അതിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥയില്ല, ഞാൻ അങ്ങനെ ഒരു രീതിയിലല്ല ജീവിച്ചതെന്ന് പറഞ്ഞു. വളരെ നല്ലത്, ഞങ്ങൾക്കും തോന്നിയിട്ടുണ്ട്. അത് ഒരു തരത്തിൽ നിങ്ങൾ നേരത്തെ പഠിച്ചിരുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ഘട്ടം വരെ ഒരു സജീവമായ ഒരു സംഘടനയിൽ SFIയിലൊക്കെ വളരെ സജീവമായ SFIൻ്റെ ഭാരവാഹിയൊക്കെ ആയി നിന്ന ഒരാളാണ്. അപ്പോൾ ഇപ്പം പറയുന്ന ഈ രണ്ടും തമ്മിലുള്ളൊരു കോൺട്രവേഴ്സി, അപ്പം ശരിക്കും പറഞ്ഞാൽ ഉൾപാർട്ടി ജനാധിപത്യം മാത്രം ഉൾക്കൊണ്ടു പോകുന്ന ഒരു കാര്യമാണ്, പുറത്തേക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരള സമൂഹം മൊത്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിങ്ങലുണ്ട്. പ്രത്യേകിച്ച് പാർട്ടിക്കുള്ളിലുള്ള ആളുകൾ, അത് ഞാൻ പറയാൻ അതിൻ്റെ ആളല്ല, പക്ഷേ പുറത്തുനിന്ന് കാണുമ്പോൾ പാർട്ടിക്കുള്ളിലുള്ള ആളുകളൊക്കെ അനുഭവിക്കുന്ന ഒരു വിങ്ങിപ്പൊട്ടലുണ്ട്. കാരണം അഭിപ്രായം പറയാൻ പറ്റാതെ, കൃത്യമായ അഭിപ്രായങ്ങളുണ്ട്, പക്ഷേ അത് രേഖപ്പെടുത്താൻ പറ്റാതെ എല്ലാ തെറ്റിനെയും ന്യായീകരിക്കാൻ മാത്രം വിധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കൂട്ടർ വേറൊരു രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ അവസാനത്തെ ആയുധമാണ് ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ FB പോസ്റ്റിൻ്റെ കീഴെ വന്നിരിക്കുന്ന ഒരുപാട് നമ്മൾ ഇതുവരെ കാണാത്ത വാക്കുകളൊക്കെ. അതൊക്കെ എത്രത്തോളം മോശമാണ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പല വേദികളിലും ചർച്ച ചെയ്യാറുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങളുടെ ഒരു ചെറിയ സമയം അല്ലെങ്കിൽ യുവത്വത്തിൽ വളരെ സജീവമായി നിന്ന ആ സംഘടനയ്ക്കകത്ത് ഇത്തരം ഒരു ശ്വാസം മുട്ടൽ അനുഭവിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ നിൽക്കാൻ പറ്റി? അന്ന് എന്തുകൊണ്ട് ഇത്തരം ശ്വാസം മുട്ടലിനെതിരെ ഒരു സുദീർഘമായ അല്ലെങ്കിൽ സുധീരമായ ഒരു നിലപാട് അന്നത്തെ ആ ഒരു യുവത്വത്തിൽ എടുക്കുമ്പോൾ അതിന് കുറച്ചുകൂടെ ക്ലാരിറ്റി വരുമായിരുന്നു? ഇന്ന് നിങ്ങളുടെ ഒരു നിലപാടിലേക്ക് മാറിയത് മറ്റൊരു സാഹചര്യത്തിലാണ്. തീർച്ചയായിട്ടും TPA പോലെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് സഖാവിനെ ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് പോകുന്നത് നമുക്കറിയാം, അത് ഇവിടെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം. പക്ഷേ അന്നത്തെ ആ സമയത്ത് ആ സംഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ആ ഒരു ഭിത്തിയെ ഭേദിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിച്ചില്ല? അല്ല, മാറ്റങ്ങളാണല്ലോ, പിന്നീട് അത് തിരിച്ചറിഞ്ഞത് മാറ്റി, അങ്ങനെയാണല്ലോ മുന്നോട്ട് പോകുക. നേരത്തെ ഉണ്ടായിരുന്നില്ല, അത് മാറി വന്നു. പിന്നെ ഇപ്പോഴുള്ള ആ ഒരു ശ്വാസം മുട്ടൽ ഇല്ലാതില്ല, എവിടെയായാലും അതുണ്ടാകും. നമുക്കത് ഒരു സ്ത്രീക്ക് മാത്രമൊന്നും പെട്ടെന്നൊന്നത് ഭേദിച്ച് വരാൻ കഴിയും എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ ഇപ്പോഴത്തെ ഒരു ഇതിൽ ഏത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പുരുഷൻ്റെ മാത്രം വെച്ച് പോകേണ്ടതില്ല, അത് എല്ലാവർക്കും അങ്ങനെയല്ല. അതാണ് ഞാൻ അടിവരയിട്ട് പറഞ്ഞത്. പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന പ്രസ്ഥാനത്തിലെയും ഇപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിലായാലും ഇല്ല എന്ന് പറയാൻ കഴിയുമോ? കഴിയില്ല, അതിനകത്തുമുണ്ട്. അത് മാറണമെങ്കിൽ ഒരു സിസ്റ്റം തന്നെ മാറിയേ മതിയാവുള്ളൂ. അപ്പം ശ്വാസമുട്ടലുകൾ എല്ലാവർക്കുമുണ്ട്, അതിൽ കുറച്ചുകൂടി ഒരു വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ അറിയൂ. നേരത്തെയും അത് ഭേദിച്ചു വന്നു, പിന്നീട് തിരിച്ചറിഞ്ഞപ്പോൾ ഭേദിച്ചു വന്നല്ലോ. എപ്പോഴെങ്കിലും ഭേദിച്ച ഒരു സ്ത്രീ പുറത്തു വന്നാൽ അന്ന് എന്തുകൊണ്ട് ഭേദിച്ചില്ല എന്ന് ചോദിക്കണം, അതൊരു നിർബന്ധമാണ്. നമുക്ക് ഒറ്റ ചോദ്യം കൂടി, നമുക്ക് സമയമുണ്ട്, ഒറ്റ ചോദ്യം കൂടി ആവാം. ഞാൻ തൊട്ടടുത്തുള്ളൊരു പെരുമണ ഗ്രാമത്തിൽ നിന്ന് വരികയാണ്, ഒരു കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകനാണ്. ഷാനി മാം നിരന്തരമായിട്ട് മാഡത്തിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് പക്ഷത്താണ് എന്ന്. മറുപക്ഷത്തെക്കുറിച്ച് ചോദിക്കുന്ന സമയത്തും മാഡത്തിന് സ്വന്തം പക്ഷം വിശദീകരിക്കാൻ ഒരു പ്രയാസം അനുഭവിക്കുന്നതായിട്ട് തോന്നി. മാത്രമല്ല, നിരന്തരമായ ചോദ്യങ്ങൾക്ക് ഷാനി മാമിനോട് മറുപടി പറയുമ്പോൾ ഞാൻ UDFൻ്റെ ഭാഗമല്ല എന്നുകൂടി ചേർത്ത് പറയുമ്പോൾ സത്യത്തിൽ ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലെല്ലാമുള്ള ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരോട് നിങ്ങൾക്ക് ഇപ്പോൾ നീതി കാണിക്കാൻ പറ്റുന്നുണ്ടോ? സത്യത്തിൽ അവരെ വഞ്ചിക്കുകയായിരുന്നില്ലേ ഈ ഒരു മറുപടിയിലൂടെ? ഞാൻ വളരെ വ്യക്തമായി പറയട്ടെ, ഞാനൊരു ഇടതുപക്ഷമാണ്. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ സാധാരണക്കാരൻ്റെ പക്ഷം, ദുരിതം അനുഭവിക്കുന്നവരുടെ പക്ഷത്ത് നിൽക്കുകയാണ്. എനിക്കങ്ങനെ വലതുപക്ഷം, ഞാൻ അപ്പോഴും പറഞ്ഞു, അപ്പുറത്ത് വലതുപക്ഷമാണ്, അതിനെയും എനിക്ക് അഭിപ്രായമില്ല, ഇപ്പുറത്ത് ഇതാണ് ഇടതുപക്ഷം എന്നതിനെക്കുറിച്ചും എനിക്ക് അഭിപ്രായമില്ല. പിന്നെ അങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വടകരയിൽ UDF ഞങ്ങൾക്ക് പിന്തുണ തന്നതും, ഞാൻ RMPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചതും, ഇപ്പോഴും RMPയുടെ പ്രതിനിധിയായി നിയമസഭയിൽ ഇരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതിലൊരു വിശാലമായ മറ്റൊരു രാഷ്ട്രീയമാണ്. നമ്മൾ ഏതാണ് നമ്മുടെ പൊതുശത്രു എന്നൊരു ചോദ്യമുണ്ട്. ആ പൊതുശത്രുവിനെതിരെ നിൽക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട്? തീർച്ചയായിട്ടും നമ്മുടെ പൊതുശത്രു എന്ന് പറയുന്നത് ഫാസിസമാണ്. വർഗീയ ഫാസിസത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തു പോകാൻ ഒന്നിച്ചു നിൽക്കുന്ന വേദികൾ ഒന്നിച്ചു നിന്ന് പോവുക എന്നതാണ്. ആ പൊതുശത്രു BJP എന്ന പൊതുശത്രുവിനെതിരെ ശക്തമായ നിലപാട്, വർഗീയ ഫാസിസത്തിനെതിരെ നിലപാടെടുത്തുകൊണ്ട് അതിന് പിന്തുണയേകി തന്നെയാണ് വടകരയിൽ മത്സരിച്ചത്. ഇപ്പോഴും ഒരുപാട് പ്രവർത്തനങ്ങൾ യോജിച്ചു പോകുന്നത്
പോകുന്നതും UDFൻ്റെ പല പ്രവർത്തനങ്ങളിലും യോജിച്ചു പോകുന്നതും അവരുടെ ചില സമരപരിപാടികൾ പങ്കെടുക്കുന്നതും ചിലപ്പോൾ ചില ഇലക്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നതും സംസാരിക്കാൻ വേണ്ടി പോകുന്നതും ഒക്കെ ആ ഒരു പൊതുശത്രു ആരാണ്, ഏതിനെയാണ് നാം എതിർക്കുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയ അത് നോക്കിയിട്ടാണ് അങ്ങനെ പറയുമ്പോഴും തീർച്ചയായിട്ടും ഞങ്ങളുടെ ലൈൻ എന്താണെന്നും ഞങ്ങളുടെ പക്ഷം ഏതാണെന്നുള്ള കൃത്യമായ തിരിച്ചറിവുണ്ട്. അതിനകത്ത് നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് നടത്തുന്നത്. അതൊരിക്കലും UDFകാരെ വഞ്ചിക്കില്ല. അവർക്കറിയാം, വളരെ നന്നായിട്ടറിയാം. വടകരയിലായാലും എവിടെയായാലും അവിടെയുള്ള രാഷ്ട്രീയത്തിൽ ഞങ്ങളുടെ രാഷ്ട്രീയ ശരികൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം, അതാണ് ഞാൻ പലപ്പോഴും UDFിൽ കണ്ട ഒരു സ്വാതന്ത്ര്യം. അതാണ് അവർക്കത് പ്രശ്നമല്ല. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിച്ച് ആ രാഷ്ട്രീയത്തിന് വിടയിൽ കിട്ടുകയും പക്ഷേ ഒന്നിച്ചു നിൽക്കാൻ പറ്റാവുന്ന വേദികളിൽ ഒന്നിച്ചു നിൽക്കുകയും ചെയ്യുക എന്നതാണ്. അതൊരിക്കലും രാഷ്ട്രീയ നിലപാടിന് വ്യതിചലിക്കല്ല, രാഷ്ട്രീയ നിലപാട് വ്യത്യസ്തമായി മുന്നോട്ട് പോവുകയും അല്ല. വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ഒരു ചോദ്യം കൂടി, ഒരു ചെറിയ ചോദ്യം കൂടി ബാക്കി. ചോദ്യമല്ല, ഒരു ഒബ്സർവേഷനാണ്. എനിക്ക് തൊട്ട് മുമ്പുണ്ടായ 2 ചോദ്യങ്ങളുടെ ഒരു സ്വഭാവത്തെ പറ്റി മാത്രം പറയാനാണ്. കാരണം ഈ രാഷ്ട്രീയത്തിനുള്ളിൽ സ്ത്രീകൾ നിൽക്കുമ്പോൾ കുടുംബത്തിൻ്റെ ഉള്ളിൽ സ്ത്രീകൾ അതായത് പിതൃമേധാവിത്വ കുടുംബത്തിൻ്റെ ഉള്ളിൽ സ്ത്രീകൾ പാലിക്കേണ്ട യുക്തി അനുസരിച്ചാണ് രാഷ്ട്രീയത്തിനുള്ളിൽ പാർട്ടികളിൽ നിൽക്കുന്ന സ്ത്രീകൾ അവരവരുടെ പാർട്ടികളോട് ബന്ധപ്പെടേണ്ടതെന്ന് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ കിടക്കുന്ന ഒരു ധാരണയിൽ നിന്നാണ് ഈ 2 ചോദ്യങ്ങളും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ ഇപ്പോൾ കുടുംബവുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായി, അപ്പം ഒരു സ്ത്രീ കുടുംബത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന സ്ത്രീക്ക് വിട്ടുപോരാൻ ചില സാഹചര്യങ്ങളുണ്ടെങ്കിൽ തന്നെ വിട്ടുപോരാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട് നിങ്ങൾ വിട്ടുപോരുന്നില്ല എന്ന് ചോദിച്ചാൽ പുരുഷൻ വിട്ടുപോരുന്ന പോലെയല്ല. അതെന്ന് വെച്ചാൽ സ്ത്രീകളെ എപ്പോഴും ഈ കുടുംബ യുക്തിക്കകത്ത് പെടുത്തുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അതൊന്ന്. രണ്ടാമത്തെ ചോദ്യവും അതെ. ഇപ്പം UDF 100% നിലപാടുകളോട് നിങ്ങൾ യോജിക്കാതെയാണോ ഇരിക്കുന്നത്? അതും കുടുംബയുക്തിയാണ്. രാഷ്ട്രീയത്തിൽ അങ്ങനത്തെ യാതൊരു ബാധ്യതയും ഇല്ല. പക്ഷേ ഞാനത് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ രാഷ്ട്രീയക്കാരായ സ്ത്രീകളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പം ഈ കുടുംബത്തിൻ്റെ യുക്തി തന്നെയാണ് അവരുടെ മുന്നിലോട്ട് പിന്നെയും ഇട്ടുകൊടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ആത്മവിമർശനം നമ്മൾ നടത്തണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദി ചോദ്യങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ദേവിക മാം അതിനെ കൃത്യമായി തന്നെ കൺക്ലൂഡ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. സ്ത്രീകളോട് ഈ ആശയക്കുഴപ്പം ആവശ്യമുണ്ടോ, ഇങ്ങനെ അപ്പോളജറ്റിക്കൽ ആവേണ്ടതുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നതിനെ പോലും നമ്മുടെ പുരുഷ സുഹൃത്തുക്കൾ കേൾക്കുന്നത് എന്തുകൊണ്ട് നന്ദി ഉണ്ടാവുന്നില്ല, സ്മരണ ഉണ്ടാവുന്നില്ല എന്ന അർത്ഥത്തിലാണ്. അത് ശരിയല്ല എന്നാണ് ഇത്രയും നേരം KK രമ പറഞ്ഞത് എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ അത്തരത്തിൽ സ്വന്തമായ ഒരിടത്തിനായുള്ള ഇപ്പോഴും ഉള്ളിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നടത്തുന്ന ആ പോരാട്ടത്തിൻ്റെ തുടർച്ചകളിലേക്ക് ഐക്യപ്പെടുക എന്നുള്ളതാണ് സ്ത്രീപക്ഷമാണെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് കേട്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി. നന്ദി ശ്രീമതി KK രമ. കേട്ടിരുന്നവർക്കും നന്ദി.